70,000 രൂപ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ലാപ്ടോപ്പ് ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു മോഡലായിരിക്കും മാക്ബുക്ക് എയർ M2 എന്ന് പറയുന്നത്. ഓക്കെ എനിക്കറിയാം കുറച്ച് പേര് ഇതിനെപ്പറ്റി കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ 256 GB വരുന്നുള്ളൂ എന്നും അത് നമ്മുടെ മാക്ബുക്ക് എയർ M1 വെച്ച് നോക്കുമ്പോൾ ഈ 256 സ്ലോവർ ആണെന്നും അതുപോലെ ആപ്പിൾ ആയതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ക്രാക്ക് ചെയ്തിടാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പറയും. പക്ഷേ ഇതെല്ലാം ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ നമ്മൾ 1,00,000 രൂപയ്ക്ക് ഈ ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ 70,000 രൂപ ബഡ്ജറ്റിൽ നോക്കുമ്പോൾ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള, ഇത്രയും പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന, ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള മറ്റൊരു മെഷീൻ നിങ്ങൾക്ക് കിട്ടുകയില്ല. പോരാത്തതിന് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ പോലും വിൻഡോസ് ലാപ്ടോപ്പ് നോക്കുകയാണെങ്കിൽ മെറ്റൽ ബിൽഡ് അല്ലെങ്കിൽ അലൂമിനിയം ബിൽഡുള്ള ലാപ്ടോപ്സ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് ഇന്നോവേറ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാക്ബുക്ക് എയർ M2ൻ്റെ ഒരു റിവ്യൂ ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന 2025 മാക്ബുക്ക് എയർ M2 എടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചെക്കൗട്ട് ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി വാങ്ങിയതാണ്. ഇത്രയും നാൾ നമ്മുടെ ചാനലിലുള്ള വീഡിയോസും എൻ്റെ ബാക്കി യൂസുകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് നമ്മളൊരു കസ്റ്റം ബിൽഡ് ചെയ്ത PC-യിലായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന സമയത്തും ഇന്ന് നമ്മുടെ ഫ്യൂച്ചറിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കേണ്ട ടൈമിൽ എനിക്കൊരു പോർട്ടബിൾ മെഷീൻ വേണമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഐഫോൺ യൂസറാണ്. എൻ്റെ സെക്കൻഡറി ചാനൽ ഒരു പെട്രോൾ ബൂം എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോമൊബൈൽ ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൽ ഞാൻ 90% മേളിൽ വീഡിയോസും എൻ്റെ ഐഫോൺ യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഐഫോൺ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എപ്പോഴും മാക്ബുക്ക് ആയിരിക്കും ഒരു പ്രിഫറബിൾ ചോയ്സ്. അങ്ങനെ നോക്കിയിരുന്നാണ് ഞാൻ M2 പർച്ചേസ് ചെയ്തത്. എനിക്ക് സെയിൽ അല്ലാഞ്ഞിട്ട് കൂടി കാർഡ് ഓഫേഴ്സ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് അറൗണ്ട് 67,000 രൂപയ്ക്ക് ഈ ഒരു ലാപ്ടോപ്പ് കിട്ടി. സോ ആ ഒരു ബഡ്ജറ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ലാപ്ടോപ്പ് തന്നെയാണ് മാക്ബുക്ക് എയർ M2. ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡുകളുണ്ട്. ആ നെഗറ്റീവ് സൈഡുകൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി ഈ ലാപ്ടോപ്പിൻ്റെ പോസിറ്റീവ് സൈഡ് ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ നമുക്ക് നോക്കാം. ഒന്നാമത് ഇഷ്യൂ പറയാൻ പറ്റുന്നത് ഈ പറയുന്ന 70,000 രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയൻറ്റിൽ 256 GB മാത്രമേ നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നുള്ളൂ. 256 GB അക്സെപ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ യൂസിനനുസരിച്ചിരിക്കും. പക്ഷേ ഈ ഒരു പ്രശ്നം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സ്റ്റേണൽ ഒരു 1 TB SSD മറ്റോ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ഇഷ്യൂ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാം. ആപ്പിളിൻ്റെ ഈ പറഞ്ഞ 512 GB വാങ്ങിക്കുന്നതിനെക്കാട്ടി ചീപ്പറാണ് ഒരു ഫാസ്റ്റർ ആയിട്ടുള്ളൊരു ടൈപ്പ് C SSD വാങ്ങുക എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ സോർട്ടഡ് ആണ്. പിന്നെ എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് നമ്മുടെ മാക്ബുക്ക് എയർ M2ൻ്റെ ബേസ് വേരിയൻറ്റ്, അതായത് 256 വരുന്ന SSDകൾ സ്ലോവർ ആണെന്നുള്ളത്. ഈവൻ M1ൻ്റെ ബേസ് വേരിയൻറ്റ് വെച്ച് നോക്കുമ്പോൾ M1-നേക്കാളും സ്ലോവർ ആണ് നമ്മുടെ M2 ഇരിക്കുന്ന SSDകൾ എന്ന് പറയുന്നത്. സോ ഇത് ഈ പറയുന്ന പോലെ ലാപ്ടോപ്പ് എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ഗ്രാഫിക്കൽ ലെയേഴ്സ് ഒക്കെ വെച്ച് 4K വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്പീഡ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ യൂസിന് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ആ ഒരു ലെവൽ എഡിറ്റിങ്ങിനൊന്നും ഈ പറഞ്ഞ സ്പീഡ് എന്നെ ബാധിക്കുന്നില്ല. സോ ആ ഒരു സ്പീഡ് നമുക്ക് ഒരു പരിധിവരെ നെഗ്ലക്റ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു ഇഷ്യൂ ആണ് ആപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രാക്ഡ് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അതൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. കാര്യം ക്രാക്ഡ് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെല്ലാവരും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഏതൊരു ക്രാക്ഡ് സോഫ്റ്റ്വെയറിനെ ആശ്രയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്രാക്ഡ് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് വിൻഡോസിന് അത്ര എളുപ്പമല്ല. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന ഇഷ്യൂസ്. പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് എക്സ്പെൻസീവ് ആണ്. കാര്യം ആപ്പിളിൻ്റെ ജെന്യൂൻ പാർട്സ് കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സിൽ പോയിട്ട് മാക് സർവീസ് ചെയ്യുക എന്ന് പറയുന്നത് വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആപ്പിൾ കെയർ എക്സ്പയർ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതൊക്കെയാണ് നമുക്കൊരു നെഗറ്റീവ് സൈഡ്. ഈ ഒരു പ്രൈസ് ബഡ്ജറ്റിൽ ഈ ഒരു പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. സോ ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പോസിറ്റീവ് സൈഡുകൾ, 70,000 രൂപയിൽ എന്തുകൊണ്ടാണ് ഇത് ബെസ്റ്റ് ലാപ്ടോപ്പ് ആണെന്ന് ഞാൻ പറയാനുണ്ടാകുന്ന കാരണങ്ങൾ നമുക്ക് ഒന്നൊന്നായിട്ട് വിശദമായിട്ട് നോക്കാം. നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ 70,000 രൂപ ബഡ്ജറ്റിൽ ഒരു കംപ്ലീറ്റ് മെറ്റൽ ബിൽഡിൽ ഇത്രയും പ്രീമിയവും ഇത്രയും സ്ലീക്കുമായിട്ട് കിട്ടുന്ന മറ്റൊരു മോഡൽ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വേറെ കുറേ നോട്ട്ബുക്ക് സീരീസുകളുണ്ട്, പക്ഷേ അതിനൊന്നും ആപ്പിൾ നൽകുന്ന ആ ഒരു പ്രീമിയംനെസ് പലപ്പോഴും ഓഫർ ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്ന മിഡ് നൈറ്റ് കളറൊക്കെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. ലാപ്ടോപ്പിനോട് കുറച്ച് ദയവോടെ നിങ്ങൾ പെരുമാറേണ്ടി വരും. കാര്യം ഇതൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്. എവിടെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാം പാടായിരിക്കും. അതുമാത്രമല്ല ഈ ഒരു കളറും സ്പേസ് ഗ്രേ എന്ന് പറഞ്ഞ കളറും നമുക്ക് പെയിൻറ്റ് പീൽ ഓഫ് ആവാനുള്ള ചാൻസസും ഉണ്ട്. എപ്പോഴും നിങ്ങൾ ഇത്തരത്തിലുള്ള ലാപ്ടോപ്പുകളൊക്കെ വാങ്ങുമ്പോൾ ഒരു സ്ലീവ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനിപ്പം ഡിയാസോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു സ്ലീവ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 299 രൂപയെ വന്നുള്ളൂ. അകത്ത് മൈക്രോ ഫൈബർ ലൈനിങ് ഒക്കെ ഉള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള നമ്മുടെ ലാപ്ടോപ്പിന് ഒരു എക്സ്ട്രാ സേഫ്റ്റി കൊടുക്കുന്ന രീതിയിലുള്ളൊരു സ്ലീവാണ്. നിങ്ങൾ മാക്ബുക്ക് ഒക്കെ വാങ്ങുന്നുണ്ട് എങ്കിൽ എപ്പോഴും സ്ലീവുകൾ യൂസ് ചെയ്യുക. നമുക്ക് ലാപ്ടോപ്പിൻ്റെ കൂടെ ടൈപ്പ് C to
MagSafe 3 ബ്രേഡഡ് കേബിൾ ആണ് വരുന്നത്. നമ്മുടെ ലാപ്ടോപ്പിന്റെ കളർ മാച്ചിങ് ആയിട്ടാണ് കേബിൾ വരുന്നത്. അതോടൊപ്പം ഒരു 30 വാട്ട്സിന്റെ പവർ അഡാപ്റ്ററും വരുന്നുണ്ട്. 30 വാട്ട്സ് ആണെങ്കിൽ കൂടി വലിയൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. നിങ്ങൾക്ക് 65 വാട്ട്സിന്റെ ചാർജർ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൽ ഈ ഒരു ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ പോർട്സിലോട്ട് വരുമ്പോൾ നമുക്ക് 2 USB Type-C Thunderbolt പോർട്ടുകൾ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ചാർജിങ് അവൈലബിൾ ആണ്. അതുപോലെ ഇതിൽ ഒരു പോർട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ മോണിറ്റർ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു MagSafe 3 ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു പോർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്നത്. മറുവശത്തേക്ക് വരുമ്പോൾ ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഇത്രയും പോർട്ടുകളേ വരുന്നുള്ളൂ. നമുക്ക് HDMI പോർട്ടോ USB Type-A പോർട്ടോ ഒന്നുമില്ല. അത്തരത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോങ്കിൾ വാങ്ങണം. ഏകദേശം 1000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട പോർട്ടുകളുള്ള ഒരു ഡോങ്കിൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ലൈക്ക് എനി അതർ MacBook ഇത് നമുക്ക് ഒറ്റ കൈ യൂസ് ചെയ്തിട്ട് ലിഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ലാപ്ടോപ്പിന് കുറച്ച് വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് ചിലപ്പം തുറക്കുന്ന സമയത്തൊന്ന് ലിഫ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്യാവശ്യം സ്റ്റഡി ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് വെച്ചേക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റ കൈ കൊണ്ട് തുറക്കാനും അടയ്ക്കാനും എല്ലാം പറ്റും. ഡിസ്പ്ലേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 13.6 ഇഞ്ചിൻ്റെ ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് കേട്ടോ. നമുക്ക് ഇൻഡോർ യൂസിനും ഔട്ട്ഡോർ യൂസിനും ബ്രൈറ്റ്നസ് പക്കയാണ്. ഇമേജസ് എല്ലാം ഷാർപ്പറാണ്. അതുപോലെ തന്നെ ട്രൂ ടോണും ഈ ഒരു ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ആക്യുറസിയോടെ കളേഴ്സ് കണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ നമ്മുടെ iPhone 13 ഉള്ളതുപോലെ മേളിൽ ചെറിയൊരു നോച്ച് വരുന്നുണ്ട്. ആ നോച്ചിലായിട്ടാണ് നമ്മുടെ ക്യാമറ വരുന്നത്. വെബ് ക്യാമിൻ്റെ ക്വാളിറ്റിയും അസാധ്യമാണ്. നമ്മൾ നോർമൽ ലാപ്ടോപ്സിലൊന്നും ഇത്രയും ക്വാളിറ്റിയുള്ള വെബ് ക്യാം ഒന്നും കാണാറില്ല കേട്ടോ. നമ്മൾ എക്സ്റ്റേണൽ വെബ് ക്യാംസ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ലെവൽ ക്വാളിറ്റിയൊക്കെ ഒരു ഫുൾ HD ക്വാളിറ്റിയിൽ ഇത്രയും ക്രിസ്പിനെസ് ആയിട്ടുള്ള ഇമേജസ് നമ്മൾ കാണുന്നത്. അതുപോലെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ സ്പീക്കേഴ്സ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എവിടെയാണെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ഈ കാണുന്ന ഹിഞ്ചിൻ്റെ സൈഡിലായിട്ടാണ് ആരും കാണാതെ അവർ 4 സ്പീക്കേഴ്സ് മറച്ചു വെച്ചേക്കുന്നത്. സ്പീക്കറിൻ്റെ ക്വാളിറ്റി എടുത്തു പറയണം. നോർമൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ലാപ്ടോപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഫോം ഫാക്ടറിൽ വരുന്നൊരു ലാപ്ടോപ്പിൽ നിന്നും ഇത്രയും നൈസറായിട്ടുള്ള സൗണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. അത്യാവശ്യം നല്ല ബേസ് ഉണ്ട് സൗണ്ട് കേൾക്കാൻ. ഈവൻ നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോങ്സ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വളരെ അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ബാറ്ററി ലൈഫ്. പൊതുവെ നമ്മൾ ആപ്പിൾ പ്രൊഡക്റ്റിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് ബാറ്ററി ലൈഫ്, എസ്പെഷ്യലി iPhone ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ MacBook Air M2 എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ യൂസ് സിനറിയോ അനുസരിച്ചിട്ട് എനിക്ക് 3 അല്ലെങ്കിൽ 4ാമത്തെ ദിവസം ചാർജ് ചെയ്താൽ മതി. അതുപോലെയാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. പിന്നെ കീബോർഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു ബാക്ക്ലിറ്റ് കീബോർഡാണ് വരുന്നത്. അത്യാവശ്യം യൂസ് ചെയ്യാൻ സ്ലിക്കാണ്, ടൈപ്പിംഗ് ഒക്കെ ഫാസ്റ്റാണ്. നമുക്ക് ആ ഒരു മെക്കാനിക്കൽ ഫീൽ ഇല്ലെങ്കിൽ പോലും മെക്കാനിക്കലിനെക്കാട്ടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കീബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ലോങ് ടൈം യൂസിനൊക്കെ റിയലി കംഫർട്ടബിൾ ആണ്. അതുപോലെ ഒരു ലാർജ് ട്രാക്ക് പാഡ് കൊടുത്തിട്ടുണ്ട്. ആദ്യം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നും, പക്ഷേ യൂസ് ചെയ്ത് നിങ്ങൾ അതുമായിട്ട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എക്സ്റ്റെൻസീവായിട്ട് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ട്രാക്ക് പാഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറേ ജസ്റ്റേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വിരലുകളുടെ എണ്ണം അനുസരിച്ചും പോയിന്റ് ചെയ്യുന്ന സ്ഥലം അനുസരിച്ച് ഇതിൻ്റെ ഫംഗ്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഇതിനകത്ത് എവിടെ ഞെക്കിയാലും സ്വിച്ചാണ്. നിങ്ങൾ സ്വിച്ച് തപ്പി പോകേണ്ട കാര്യമില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ആദ്യം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആണ്. ലാസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. നമുക്ക് MacBook Airൽ പൊതുവെ 8GB RAM ആണ് വരുന്നത്. നമ്മുടെ നോർമൽ വീഡിയോ എഡിറ്റിംഗ് പർപ്പസിനൊക്കെ 8GB മോർ ദാൻ ഇനഫ് ആണ് കേട്ടോ. 16GB ഉണ്ടെങ്കിൽ നല്ലത്. എങ്കിലും 8GBയിൽ നമുക്ക് അത്യാവശ്യം 4K വിഷ്വൽസ് എല്ലാം റിയൽ ടൈമായിട്ട് എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്യാൻ സാധിക്കും. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ എനിക്ക് ക്രാക്ഡ് സോഫ്റ്റ്വെയർസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പം DaVinci Resolve വെച്ചിട്ടാണ് എഡിറ്റൊക്കെ ചെയ്യാറ്. അപ്പോൾ ഞാനിപ്പോൾ DaVinci Resolve പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോർമലി Premiere Proയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അധികം വൈകാതെ Premiere Pro ഒറിജിനൽ വെർഷൻ വാങ്ങണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ DaVinci Resolve വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ 4K വിഷ്വൽസ് അത്യാവശ്യം കുറച്ച് ലെയേഴ്സൊക്കെ ആഡ് ചെയ്ത് നോക്കി. അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു എന്നെ പോലെയൊക്കെയുള്ളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഓവർ പ്രൊഫഷണലിസം ഇല്ലാത്തൊരു കണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 4K വിഷ്വൽസ് നിങ്ങൾക്ക് റിയൽ ടൈം വീഡിയോ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഗെയിമിങ്ങിന് റെക്കമെൻഡഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ MacBooks ആരും അങ്ങനെ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നത് ഞാൻ കാണാറില്ല. ബട്ട് കേപ്പബിൾ ആണ്, ഗെയിംസ് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാം. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രധാന ടാർഗറ്റെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ഗെയിമിംഗ് സീരീസ് വിൻഡോസ് ലാപ്ടോപ്പ് എടുക്കാനേ പ്രിഫർ ചെയ്യുള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ടിവിറ്റി ആണ് നിങ്ങളുടെ പ്രൈമറി കൺസേൺ എങ്കിൽ ഡെഫിനറ്റ്ലി ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് MacBook Air M2 എന്ന് പറയുന്നത്. ഇത് ലൈറ്റ് വെയ്റ്റും ഇത്രയും സ്ലീക്കും ആയതുകൊണ്ട് തന്നെ ക്യാരിയർ കൊണ്ട് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ചാർജറും നമ്മുടെ ഒരു നോർമൽ ഫോണിൻ്റെ ചാർജറിൻ്റെ അത്രയേ വരുന്നുള്ളൂ. ഇനി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇനി ഫാസ്റ്റ് ചാർജിങ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗാലിയം നൈട്രേറ്റ് ചാർജർ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അത് 65 വാട്ട്സിൻ്റെയൊക്കെ ചാർജർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2 ടൈം
ടൈം സ്പീഡിൽ നിങ്ങൾ ലാപ്പും ഓൾസോ നിങ്ങളുടെ ഫോണും സെയിം ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ 75,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വിൻഡോസ് ലാപ്ടോപ്പ് വേണ്ട, നിങ്ങൾ ഐഫോൺ യൂസറൊക്കെ ആണ്, നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ലാപ്ടോപ്പ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു മോഡൽ തന്നെയാണ് മാക്ബുക്ക് എയർ M2. ഞാൻ എന്തായാലും ഇതിൻ്റെ ലോങ് ടേം റിവ്യൂ ആഫ്റ്റർ 1 ഇയർ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. സോ നമ്മൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല കണ്ടന്റുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നമ്മുടെ ചാനലിൽ കുറേ മാറ്റങ്ങളും വീഡിയോ കൺസിസ്റ്റൻ്റ് ആക്കാനും ശ്രമിക്കുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ